ലഹരി വിമുക്ത കേരളം, ലഹരി വിമുക്ത ലോകം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടുന്നതിന് നമ്മുടെ കുട്ടികളെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എല്ലാ വർഷവും ചെയ്തു വരാറുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലഹരി വിരുദ്ധ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ച് പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. മയക്കുമരുന്നിന്റെ ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. ലഹരി മരുന്നിനോടുള്ള അടിമത്തം ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യവും സാമൂഹിക സാംസ്കാരിക സുസ്ഥിരതയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണവുമായി എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ലഹരി വിരുദ്ധ ദിനം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ മൂസുകുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. സ്വപ്നങ്ങളുള്ള, ദിശാബോധമുള്ള, നന്മയുടെ വെള്ളി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉണർന്നെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല. 99596666 ഇതാണ് ആന്റി നാർക്കോട്ടിക് ആർമി നമ്പർ. വോയിസ്, മെസ്സേജ്, വീഡിയോ എന്നീ 3 ഫോർമാറ്റുകളിലും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. സന്ദേശം അയക്കുമ്പോൾ www അതിനുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് who, when, where. സമൂഹത്തിന് മാതൃകയാക്കാവുന്ന തരത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപന്തിയിലാണെന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ കെ രാമൻകുട്ടി പറഞ്ഞു. പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വളരെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. സമൂഹത്തിന് മാതൃകയാക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റ് സ്കൂളുകൾക്ക് കൂടി മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി മാത്രമല്ല അല്ലാതെയും അവർ ചെയ്തു വരുന്നത്. ഈ ദിനാചരണത്തിന് പ്രത്യേകിച്ച് എല്ലാ വർഷവും ജനശ്രദ്ധ നേടുന്ന, അതായത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ, യുവജനങ്ങളെയാണ് ഇത്രയും ഈ ലഹരി വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ശ്രദ്ധ നേടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അതിലെ എക്സൈസ് വകുപ്പും എല്ലാവിധ സഹായം അവർ ചെയ്യാറുണ്ട്. ലഹരി വിമുക്ത ലോകം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ വിദ്യാർത്ഥികളാൽ കഴിയുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുന്നതെന്ന് ഹെഡ് മിസ്ട്രസ് TK കുൻസോ വ്യക്തമാക്കി. ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ജനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലോട് ലഹരിക്കെതിരെ എല്ലാ കാര്യങ്ങളും, ലഹരി വിമുക്ത കേരളം, ലഹരി വിമുക്ത ലോകം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടുന്നതിന് നമ്മുടെ കുട്ടികളെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എല്ലാ വർഷവും ചെയ്തു വരാറുണ്ട്. അതിൽ ഇതും ഉൾപ്പെടുന്നു. രാവിലെ ലഹരി വിരുദ്ധ റാലി നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. കുട്ടികളെ ഉപയോഗിച്ച് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകളിലും മറ്റും ഇത് നടത്താറുണ്ട്. അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, അത് വിൽക്കരുത്, അതിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളിൽ നടത്താറുണ്ട്. പൊതുജനങ്ങളെ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുന്നതിനാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുന്നതെന്ന് വിമുക്തി ക്ലബ് കോർഡിനേറ്റർ VP നസീറ ടീച്ചർ പറഞ്ഞു. എല്ലാ വർഷവും ഗേൾസ് ഹൈസ്കൂൾ ഇതുപോലെ മൂസുകുട്ടി സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കാറുണ്ട്. പൊതുജനങ്ങൾക്കൊരു ബോധവൽക്കരണം ആയിക്കോട്ടെ എന്നുള്ള നിലയിലാണ്, ഒരു നല്ല മെസ്സേജ് കൂടിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത്. അധ്യാപകരായ CM മഞ്ജുഷ, PN ജീവൻലാൽ, AP നന്ദകുമാർ, PT ഹസീന, SR രശ്മി, സ്കൂൾ കൗൺസിലർ S ഷാനിമോൾ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അശോക്, പ്രിവന്റീവ് ഓഫീസർമാരായ പ്രസാദ്, S സുനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket.
exceeding expectations.